പ്രിയപ്പെട്ട കൂട്ടുകാരെ, അക്ഷരപൂജയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ടി.എൻ. പ്രകാശിൻ്റെ ഒരു കഥയാണ് നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്. കഥയുടെ പേര് ഇളയമ്മ എന്നാണ്. ഒരു ഇളയമ്മ ഗാർഹിക പീഡനത്തിൻ്റെ ഇരയായി തീരുന്ന ഒരു ഇളയമ്മയുടെ കഥയാണ് നമ്മൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. അല്ലാതെ നമ്മുടെ ഹൃദയത്തിൽ തട്ടുന്ന ഒരു കഥയാണ്. നമ്മുടെ ബാല്യകാലത്തിലെ സ്നേഹത്തിൻ്റെ ഓർമ്മയാണ് ഇളയമ്മയോടൊപ്പം ഇല്ലാതാകുന്നത്. അപ്പോൾ ആഖ്യാതാവിൻ്റെ മനസ്സിൽ ഇളയമ്മ ഒരു വേദനിക്കുന്ന ഓർമ്മയായിട്ട് അവശേഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇളയമ്മയുടെ കഥയിലേക്ക് പതുക്കെ കടക്കാം. ഇളയമ്മ, ടി.എൻ. പ്രകാശ്. മോർച്ചറിയിൽ നിന്ന് ശവം പൊതിഞ്ഞുകെട്ടാൻ നേരം അറ്റൻഡർ പുറത്തേക്ക് തല നീട്ടി എന്നോട് ചോദിച്ചു, കാണണോ? ഞാൻ വേണ്ടെന്ന് തലയാട്ടി. പായയിൽ പൊതിഞ്ഞുകെട്ടിയ ശവം അറ്റൻഡറും കുമാരനും ആംബുലൻസിൽ കയറ്റുന്നത് ഒരു തരം നിർവികാരതയോടെയാണ്. ഞാൻ നോക്കി നിന്നു. കുമാരനും ഞാനും ആംബുലൻസിൽ കയറി. ആംബുലൻസ് ഭാമിനി ഇളയമ്മയുടെ വീട്ടിലേക്ക് പാഞ്ഞു. ഭാമിനി ഇളയമ്മയുടെ ജഡത്തിൽ നിന്ന് സ്പിരിറ്റിൻ്റെ ഗന്ധം ഉയരുന്നുണ്ടായിരുന്നു. പായയിൽ പൊതിഞ്ഞുകെട്ടിയ ശവത്തിൻ്റെ ഉള്ളിൽ നിന്ന് വെളുത്ത കോടിത്തുണിയുടെ തുമ്പ് തല തല്ലിക്കരയുന്നത് പോലെ തോന്നിയിരുന്നു. സ്പിരിറ്റ് ഗന്ധത്തെ തളർത്തി. കരിഞ്ഞ മാംസത്തിൻ്റെ മനസ്സ് തുളയ്ക്കുന്ന നാറ്റം ഇടയ്ക്കൊക്കെ ഉയരുന്നുണ്ട്. കുമാരൻ കത്തിച്ചു വെച്ച ചന്ദനത്തിരിയുടെ ഗന്ധവും കൂട്ടിക്കലർന്ന് ആംബുലൻസിനകത്ത് മരണത്തിൻ്റെ അനാദിയായ ഗന്ധം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതോടൊപ്പം മരണത്തെക്കാൾ മടുപ്പിക്കുന്ന മൗനവും. ആ മൗനത്തെ കുമാരനാണ് തല്ലി ഓടിച്ചത്. വീട്ടിലെത്തിയാൽ യാതൊരു കാരണവശാലും കെട്ടഴിക്കാൻ വിടരുത്, നേരെ കുഴിയിലിറക്കി മറവ് ചെയ്യുക. ഞാനപ്പോൾ ഭാമിനി ഇളയമ്മയുടെ കത്തിക്കരിഞ്ഞ ജഡം ഓർത്തു. വാഴയിലയിൽ കിടത്തിയിരുന്ന ശവം ഒരു നോക്ക് മാത്രം ആശുപത്രിയിൽ വെച്ച് കണ്ടിരുന്നു. അനുനിമിഷം മാറി വരുന്ന വികാര സഞ്ചയത്തിൻ്റെ നേർത്തൊരു പ്രതിഫലനം പോലും മുടിച്ചുരുളുകൾ കരിഞ്ഞുപറ്റിയ ആ മുഖത്ത് ബാക്കി വെച്ചിട്ടുണ്ടോ എന്ന അന്വേഷണത്തിലായിരുന്നു ഞാൻ. ഇല്ല, ഒന്നുമില്ല. ഏതെങ്കിലും സൗഭാഗ്യങ്ങളുടെ വിദൂര ചിഹ്നം പോലും ആ ജഡത്തിലില്ല. നിശേഷം കത്തിക്കരിഞ്ഞ് ഒരു കീറുത്തുണി പോലും ഉടലിലില്ലാതെ പേടിപ്പെടുത്തുന്ന ഒരു ഭീകര രൂപം. അതൊരു മനുഷ്യക്കോലമാണെന്ന് പോലും മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ കഴിയില്ല. ചുട്ടെടുത്ത ഒരു കോഴിയെ പോലെ ഉണ്ടായിരുന്നു ഇളയമ്മ. ഞൊടി നേരം നോക്കിക്കഴിഞ്ഞപ്പോൾ എൻ്റെ തലയിലെ ബോധത്തിൻ്റെ ഞരമ്പുകളിൽ ഒരു കൊടുങ്കാറ്റടിക്കുന്നത് ഞാൻ അറിഞ്ഞു. എനിക്കെന്തോ മയക്കം തോന്നുന്നത് പോലെ. നിലമാകെ കറങ്ങിക്കറങ്ങി എൻ്റെ തലയിലേക്ക് ഇറങ്ങുകയാണ്. അരികിൽ നിന്ന് കുമാരൻ എന്നെ പിടിച്ച് ഉലച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ പതുക്കെ കടപുഴകി എന്ന വണ്ണം വീണുപോകുമായിരുന്നു. ദാമുവേട്ടനും മക്കളും ചിലപ്പോൾ വാശി പിടിച്ചു എന്ന് വരും. എന്നാലും നിങ്ങൾ പറഞ്ഞവരെ ബോധ്യപ്പെടുത്തണം. വീട്ടിലെത്തിയതിനു ശേഷമുള്ള ശവമടക്കിൽ തന്നെയാണ് കുമാരൻ. ഇളയമ്മയുടെ ഭർത്താവും മക്കളും എത്ര നിർബന്ധിച്ചാലും പായ അഴിച്ച് ജഡം കാണിച്ചു കൊടുക്കരുതെന്ന്. ശരിയാണ്, പോസ്റ്റ്മോർട്ടം കഴിഞ്ഞപ്പോൾ ജഡത്തിൻ്റെ അവസ്ഥ അത്രയ്ക്കും ഭീകരമായിരിക്കും. കുമാരൻ മോർച്ചറിയിൽ കയറിയെല്ലാം വിശദമായി കണ്ടതാണ്. കഴിഞ്ഞ രാത്രി മുഴുവൻ ഉറക്കമിളച്ചതാണ്. വൈകുന്നേരം 3 മണിയോടുകൂടി ശവം മോർച്ചറിയിൽ എത്തിയിരുന്നു. ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞ ഉടനെ നെട്ടോട്ടമോടി. എങ്ങനെയെങ്കിലും പോസ്റ്റ്മോർട്ടം നടത്തിച്ച് ഇന്നലെ തന്നെ ജഡം വിട്ടുകിട്ടാൻ മുട്ടാവുന്ന വാതിലുകളിലൊക്കെ മുട്ടി നോക്കി. പിടിക്കാവുന്ന കാലുകളൊക്കെ പിടിച്ചു നോക്കി. പല വഴികളിലായി പലരും ശ്രമിച്ചിട്ടും ഒന്നും നടന്നില്ല. പോലീസ് റിപ്പോർട്ട് പോകുമ്പോഴേക്കും 4:30 കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും ഡോക്ടർ പോയി കഴിഞ്ഞിരുന്നു. ഇളയമ്മയുടെ വീട്ടിലെത്തി. രാത്രി മുഴുവൻ പലയിടങ്ങളിലേക്ക് വിവരം എത്തിക്കുന്ന തിരക്കിലായിരുന്നു. ബന്ധുക്കളോടും മിത്രങ്ങളോടും പറഞ്ഞയച്ചു. ആർക്കു വേണ്ടിയും കാത്തിരിക്കില്ല. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ഉടനെ സംസ്കരിക്കും. ശവം വെച്ചിരിക്കാൻ ബുദ്ധിമുട്ടാണ്.
ഇപ്പോൾ ഉച്ചയോടടുത്തിരിക്കുന്നു. ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ തോന്നിയില്ല. ഇന്നലെ കൂടെ വന്നവരാരും ഇന്നില്ല. സഹായിയായി കുമാരൻ മാത്രം. ആംബുലൻസിലെ സീറ്റും ചാരി ഞാൻ ഓരോന്നോർത്തു. കാറ്റിൽ കണ്ണുകൾ താനേ അടഞ്ഞു പോകുന്നു. ഭാമിനി ഇളയമ്മ കണ്ണുകൾ നുള്ളിപ്പൊളിച്ചെന്നോട് ചോദിച്ചു, കള്ളൻ ഓർങ്ങല്ലേ? ഞാൻ കണ്ണുകൾ വീണ്ടും അടച്ച് പൊട്ടിച്ചിരിച്ചു. അവരെന്നെ കോലായയിൽ വിരിച്ച പായയിൽ പിടിച്ചു കിടത്തിയതാണ്. ഓടിവരുന്ന വയൽക്കാറ്റിനെ പിടിച്ചുകെട്ടി സ്വന്തമാക്കാൻ സന്ധ്യയ്ക്ക് എന്നെയും കൂട്ടി ഒരു കിടത്തമുണ്ട്. വീട്ടുപണികളൊക്കെ കഴിഞ്ഞ് കുളിച്ച് ഈറൻ മുടിയിഴകളൊക്കെ ചിക്കറുത്ത് അറ്റം കെട്ടാതെ വിടർത്തിയിട്ട് ഇളയമ്മ എന്നെ അന്വേഷിക്കും. ഞാനപ്പോൾ അവരെ പറ്റിക്കാൻ വീടിൻ്റെ ഇരുട്ടുറഞ്ഞ മൂലയിൽ എവിടെയെങ്കിലും ഒളിച്ചിട്ടുണ്ടാകും. എവിടെയാ ആ കള്ളനൻ എന്ന് ചോദിച്ച് അവരെന്നെ തെരഞ്ഞു പിടിക്കും. എന്നിട്ടെന്നെ പായിൽ കൊണ്ടുപോയി മറോടമർത്തി കിടത്തും. ചിലപ്പോൾ ആ കിടത്തത്തോടെ ഞാൻ ഉറങ്ങിപ്പോയെന്നും വരും. ഇളയമ്മ എന്നെ പൊക്കിയെടുത്ത് അമ്മയുടെ ചേരിക്കിടക്കയിൽ കിടത്തുമ്പോഴായിരിക്കും എൻ്റെ ഉറക്കം മുറിയുന്നത്. വീണ്ടും ഞാൻ ഇളയമ്മയോടൊപ്പം കോലായിലെ പായിൽ കിടക്കാൻ ഓടിയെത്തിയെന്നും ഇരിക്കും. അമ്മയുടെ കൂടെ കിടക്കാൻ എനിക്കപ്പോൾ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. 2ാം ക്ലാസ്സിലേക്ക് ക്ലാസ് കയറ്റം കിട്ടിക്കഴിഞ്ഞ സമയമായിരുന്നു അത്. എൻ്റെ മുലകുടിയും നിർത്തിയിരുന്നു. 1ാം ക്ലാസ്സിലായിരുന്നപ്പോൾ സ്കൂൾ വിട്ട് വീട്ടിലെത്തേണ്ട താമസം. സ്ലേറ്റും 1ാം പാഠവും കോലായയിലെ ബെഞ്ചിൽ വലിച്ചെറിഞ്ഞ് വടക്കേ കോലായയിലോ കിണറ്റിൻ പടവിലോ പുരാണം പറഞ്ഞിരിക്കുന്ന അമ്മയുടെ മേലെ ചാടിക്കയറി ബ്ലൗസും റൗക്കയും ഒറ്റ കുതിപ്പിന് വലിച്ചു കയറ്റി ഞാൻ മുല കുടിക്കുമായിരുന്നു. മൂത്ത മുലപ്പാലിൻ്റെ മസൃണമായ മധുരത്തിൽ അമ്മയുടെ മുലക്കണ്ണിൽ അമരുന്ന പല്ലുകളെക്കുറിച്ച് ഞാൻ തീരെ ബോധവാനായിരുന്നില്ല. അമ്മ എൻ്റെ കവിളത്ത് നുള്ളുകയും അനുബന്ധമായി ചന്തിയിൽ 2 എണ്ണം പൊട്ടിച്ചു തരികയും ചെയ്യുമ്പോൾ മാത്രമേ ഞാൻ എൻ്റെ മുലകുടി നിർത്തി എഴുന്നേൽക്കുകയുള്ളൂ. അമ്മയുടെ നൊമ്പരവും പരാതിയും കൂടിക്കൂടി വന്നപ്പോൾ ഭാമിനി ഇളയമ്മയാണ് മുലക്കണ്ണുകളിൽ ചെന്നിനായകം പുരട്ടി എന്നെ പറ്റിച്ചത്. ചെന്നിനായകം പുരട്ടിക്കഴിഞ്ഞ് എന്നെ അമ്മയുടെ അരികിൽ കൂട്ടിക്കൊണ്ടുപോയി. എൻ്റെ കള്ളം ചെന്ന് ഇത്തിരി മുല കുടിച്ചാട്ടെ എന്ന് ഇളയമ്മ പറഞ്ഞു. ഞാൻ ആഹ്ലാദത്തോടെ അമ്മയുടെ മാറിൽ ചാടിക്കയറി മുല കുടിക്കാൻ തുടങ്ങി. ഈശ്വരാ, എന്തൊരു കയ്പായിരുന്നു മുലപ്പാലിന്! എന്നിട്ടും ഭാമിനി ഇളയമ്മയോട് എനിക്ക് തരിമ്പോ നീരസം തോന്നിയില്ല. ഞാൻ ഇളയമ്മയുടെ കൂടെ എന്നും കോലായിൽ പായിട്ട് കിടന്നു. അവരുടെ വാലായി നടന്നു. എന്നെ കൂടാതെ അവരും പുറത്തിറങ്ങിയില്ല. പശുവിനെ അവർ മേയ്ക്കാൻ പോകുമ്പോൾ പശുക്കുട്ടിയുടെ കൊച്ചു കയറും പിടിച്ചു ഞാൻ പിന്നാലെ നടന്നു. അവർ പുല്ലരിയുമ്പോൾ ഞാൻ നടന്ന് അവർ അരിഞ്ഞു വെച്ച പുല്ല് വാരി വല്ലത്തിൽ നിറച്ചു. അവർ പശുവിനെ കറക്കുമ്പോൾ ഞാൻ അവരുടെ അരികിലിരുന്ന് നുരയുള്ള പാൽ ഇളം ചൂടോടെ എടുത്തു കുടിച്ചു. ഇത്തരം ഓർമ്മകളൊക്കെ വല്ലപ്പോഴും പുറത്തെടുക്കുമ്പോൾ അമ്മ പോലും അമ്പരന്ന് പോകാറുണ്ട്. ഇതൊക്കെ നീ എവിടെയാ സൂക്ഷിച്ചു വെക്കുന്നത് എന്ന് അമ്മ ചോദിക്കാറുണ്ട്. അപ്പോഴൊക്കെ ഞാൻ പറയും, അമ്മയുടെ വയറ്റിൽ കിടന്ന് കരണം മറിഞ്ഞ് പുറത്തു കടക്കാൻ ശ്രമിച്ചതുപോലെ ഓർത്തെടുക്കാൻ എനിക്ക് കഴിയും. പിന്നെയല്ലേ അതിന് ശേഷമുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ. ആദ്യ ഭർത്താവ് ഭാമിനി ഇളയമ്മയെ ഉപേക്ഷിച്ച കാലമായിരുന്നു അത്. എന്തിനാണ് അവരെ ഉപേക്ഷിച്ചതെന്നും ആരായിരുന്നു അവരുടെ ഭർത്താവെന്നും എനിക്ക് അന്ന് നല്ല നിശ്ചയമുണ്ടായിരുന്നില്ല. ഏറെ കാലത്തിന് ശേഷം അമ്മയിൽ നിന്ന് കേട്ട അറിവുകളേ എനിക്കുള്ളൂ. ഇളം പ്രായത്തിൽ ഭർത്താവിൻ്റെ വീട്ടിലെത്തിയപ്പോൾ ഒരു തരം വീർപ്പുമുട്ടൽ ഇളയമ്മ അനുഭവിച്ചിരുന്നു. ഭാര്യ, ഭർത്താവ്, ദാമ്പത്യം എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥ. ആ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഭാര്യയോട് ആവോളം സ്നേഹം കാണിക്കണമെന്ന് കരുതിയിട്ടും അതൊന്നും സാധിക്കാതെ പോയ ഭർത്താവ്, അയാളെ ചരടിൽ കോർത്തു പിടിച്ച് പാവക്കളി നടത്തുന്ന അമ്മ. ഇളയമ്മയുടെ എടുത്തു പിടിച്ച സൗന്ദര്യം അവരെ വല്ലാതെ പ്രകോപിപ്പിച്ചിരുന്നു പോലും. ഇളയമ്മ കുളിച്ചൊരുങ്ങി പൗഡർ ഇട്ട് പൊട്ടുതൊട്ട് നിൽക്കുന്നത് കാണുമ്പോൾ ആ സ്ത്രീക്ക് കലിയടക്കാൻ കഴിഞ്ഞിരുന്നില്ല. വന്ന് ഇളയമ്മയുടെ ദാമ്പത്യം വല്ലാത്തൊരു പതനത്തിലെത്തി. ഭർത്താവ് ഒത്തു കഴിയുന്ന അപൂർവ നിമിഷങ്ങളിൽ പോലും അമ്മ വാതിൽ തള്ളി തുറന്ന് വഴക്കു പറഞ്ഞു. എൻ്റെ വീട്ടിൽ വാതിലടച്ച് നടത്താൻ മാത്രമുള്ള രഹസ്യങ്ങളൊന്നും പാടില്ലെന്ന് വര വിളിച്ചു കൂവി. ഇളയമ്മ പിൽക്കാലത്ത് പറഞ്ഞത് അവര് ഒരു തരം മനോരോഗിണിയായിരുന്നു എന്നാണ്. എന്തായാലും ഭാമിനി ഇളയമ്മയുടെ താലിച്ചരട് പൊട്ടാൻ പിന്നെ അധിക നാളൊന്നും വേണ്ടി വന്നില്ല. ഇളയമ്മയെയും കൂട്ടി അവരുടെ ഭർത്താവും അമ്മയും വീട്ടിൽ വന്ന ദിവസം അമ്മാവൻ ഊണും കഴിച്ച്
ഒരു പിടി വറ്റുമായി വാസൂട്ടി എന്ന് ഉച്ചത്തിൽ വിളിച്ചതായിരുന്നു. വന്നത് 2 പേർ. ഒന്ന് വീട്ടിൽ വളർത്തുന്ന നായ, മറ്റൊന്ന് ഭാമിനി ഇളയമ്മയുടെ ഭർത്താവായ വാസുക്കുട്ടൻ. അമ്മാവനൊന്ന് പതറി. എന്താണ് ഒരു പോംവഴി? വാസുക്കുട്ടൻ്റെ മുഖം വിളറി. കൊലായയിൽ ചാടിക്കയറി വാലാട്ടി കളിക്കുന്ന നായയെ നോക്കി ഒന്നും അറിയാത്ത ഭാവത്തിൽ അയാൾ നിന്നു. വാസുക്കുട്ടൻ്റെ അമ്മയ്ക്ക് പക്ഷേ പതർച്ചയും വിളർച്ചയും ഒന്നും ഉണ്ടായിരുന്നില്ല. അവർ തൻ്റെ മകനെ നായയാക്കി അമ്മാവൻ്റെ നേരെ വലിയ വായിൽ 4 ന്യായവും പോരാത്തതിന് 2 തെറിയും വിളിച്ചു പറഞ്ഞ് മകനെയും കൂട്ടി പടിയിറങ്ങി. അതൊരു നിമിത്തം മാത്രമായിരുന്നെന്ന് ഇളയമ്മ എന്നോട് പറഞ്ഞിരുന്നു. എങ്ങനെ ആയാലും അവരെന്ന് ഇളയമ്മയെ വീട്ടിൽ കൂട്ടി വന്നത് ഉപേക്ഷിച്ചു പോകാൻ തന്നെയായിരുന്നു. അതിലാകട്ടെ ഇളയമ്മയ്ക്ക് തെല്ലുപോലും സങ്കടമുണ്ടായിരുന്നില്ല. എന്നിട്ടും ചിലപ്പോഴെങ്കിലും അവരെന്നോട് ആരും കേൾക്കാതെ പറഞ്ഞിരുന്നു, എട കള്ള, ആ വാസുവേട്ടൻ ഒരു പാവാ. പിന്നെ അവർ തന്നെ തിരുത്തും, അല്ല ഒരു പാവയാ, പൂതൽ കൊണ്ടുണ്ടാക്കിയ ഒരു പാവക്കുട്ടി. എന്നിട്ടവർ അമർത്തിച്ചിരിക്കും. ആ ചിരി എന്തുകൊണ്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല. കുട്ടികളെയൊക്കെ പേടിപ്പിക്കാൻ ഇടയ്ക്കിടെ വരുന്ന കൊക്കച്ചിത്താച്ചിയുടെ ചിരി പോലുണ്ടായിരുന്നു ആ ചിരി. ഭാമിനി ഇളയമ്മയുടെ 2ാം കല്യാണവും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ അന്ന് 5ലോ 6ലോ പഠിക്കുന്നു. കുറ്റബോധത്തിൽ നീന്തുന്ന അമ്മാവൻ്റെ വലിയ ത്യാഗമായിരുന്നു ആ കല്യാണം നടക്കാൻ ഇടയാക്കിയത്. ഭാമിനി ഇളയമ്മയെ കൊണ്ടുപോകുന്ന ആളുടെ പെങ്ങളെ കൊണ്ടുവരാൻ അമ്മാവൻ തയ്യാറാവുക. കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ അമ്മാവൻ മുൻപിൽ നോക്കാതെ അത്തരമൊരു ധാരണയ്ക്ക് സമ്മതം മൂളുകയും ചെയ്തു. അങ്ങനെയാണ് ദാമോദരൻ എന്ന പട്ടാളക്കാരൻ ഭാമിനി ഇളയമ്മയുടെ 2ാമത്തെ പുരുഷനായി കടന്നു വന്നത്. ഏറെ സമ്മർദ്ദം ചെലുത്തിയാണ് ഭാമിനി ഇളയമ്മയെ അതിന് സമ്മതിപ്പിച്ചത്. അമ്മയുടെ ഉപദേശവും ശാസനയും ആദ്യമൊന്നും ഇളയമ്മ ചെവിക്കൊണ്ടിരുന്നില്ല. അമ്മാവൻ്റെ ഭീഷണി കൂടിയായപ്പോൾ ഇളയമ്മ ആരും കാണാതെ കരഞ്ഞു തുടങ്ങി. ഇരുട്ടു നിറഞ്ഞ കോലായയിൽ വിരിച്ച പായയിൽ കിടന്ന് അവരെൻ്റെ മുഖം നനച്ചു. അസ്വസ്ഥതയോടെ മുഖം തുടച്ച് എഴുന്നേൽക്കാൻ നോക്കുമ്പോൾ അവരെന്നെ വിടാതെ അണച്ചു പിടിച്ച് എൻ്റെ ചെവിയിൽ പറഞ്ഞു, ഈ കള്ളനോടല്ലാതെ ഞാൻ ആരോടാ എൻ്റെ വിഷമം പറയാ? ആർഭാടമൊന്നുമില്ലാതെയാണ് ഭാമിനി ഇളയമ്മയുടെ വിവാഹം കഴിഞ്ഞത്. കഴിഞ്ഞപാടെ അവർ പട്ടാളക്കാരനായ ഭർത്താവുമൊത്ത് സെക്കന്ദരാബാദിലേക്ക് പോവുകയും ചെയ്തു. അവരുടെ ആദ്യ പ്രസവത്തിന് സെക്കന്ദരാബാദിലേക്ക് അമ്മ പോകുമ്പോൾ കൂടെ പോകാൻ ഞാൻ ഒരു ശ്രമം നടത്തി നോക്കിയതാണ്. പക്ഷേ അധ്യയന ദിവസങ്ങൾ എന്നെ തടഞ്ഞു നിർത്തി. ഇളയമ്മയെയും കുഞ്ഞിനെയും കാണാൻ അത്രമാത്രം കൗതുകം എനിക്കുണ്ടായിരുന്നു. 2ാമത്തെ കുട്ടി പിറന്നതോടുകൂടി അവർ പാങ്ങോട്ടേക്ക് വന്നു. പാങ്ങോട്ടുള്ള ക്വാർട്ടേഴ്സിൽ അവരെത്തിയപ്പോൾ ഇടയ്ക്ക് എനിക്ക് അവരെ കാണാമെന്നായി. ഇളയമ്മയെ കണ്ടപ്പോഴൊക്കെ അവരെ കാണേണ്ടായിരുന്നു എന്ന തോന്നൽ ശക്തിപ്പെടുകയും ചെയ്തു. എൻ്റെ മനസ്സിൽ അടിയുറച്ചുപോയ ഭാമിനി ഇളയമ്മയുടെ ഒരു നേർത്ത ഛായ പോലും അവരിൽ അവശേഷിക്കുന്നില്ലായിരുന്നു. അവർ ആളാകെ മാറിപ്പോയിരിക്കുന്നു. കുട്ടികൾ, ഭർത്താവ്, ഭക്ഷണം എന്നതിൽ കവിഞ്ഞൊന്നും ചിന്തിക്കാൻ കഴിയാത്തത്ര ഹൃദയ ചുരുക്കം അവർക്ക് വന്നു കഴിഞ്ഞിരുന്നു. ഞാൻ ഇക്കാര്യം അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞത് മറ്റൊന്നായിരുന്നു. ഭാമിനി മാറിയിട്ടൊന്നുമില്ല, മാറിയത് ബാക്കിയുള്ളവരൊക്കെയാ. പാങ്ങോട്ട് നിന്ന് ഭാമിനി ഇളയമ്മ ഭർത്താവിൻ്റെ നാട്ടുപുറത്തേക്ക് വന്നു. തറവാട്ടിൽ നിന്ന് ഭാഗം വാങ്ങി വിൽപ്പന നടത്തി അവർ വീട് വെച്ചു. 2 കുട്ടികളും വളർന്നു. വല്ലപ്പോഴും ഇളയമ്മ വീട്ടിൽ വന്നു. അമ്മയുമായി എന്തൊക്കെയോ പദം പറഞ്ഞു. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി അവർ പിരിഞ്ഞു. അമ്മയോട് ചോദിച്ചപ്പോൾ അതൊന്നും കുട്ടികൾ അറിയേണ്ട കാര്യമല്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു. ഭാമിനി ഇളയമ്മ ആശുപത്രിയിലാണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ അമ്മ കരയാൻ തുടങ്ങി. അമ്മ എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ട്, ആരെയൊക്കെയോ അവ്യക്തമായി ശപിക്കുന്നുണ്ട്. അമ്മയെ കൂട്ടി ആശുപത്രിയിലെത്തിയപ്പോൾ അമ്മയുടെ കരച്ചിലും പിഴിച്ചിലും ശാപവചനങ്ങളും ഒക്കെ അസ്ഥാനത്താണെന്ന് തോന്നി. ഇളയമ്മയുടെ ഗർഭപാത്രം നീക്കം ചെയ്യണം. അവരുടെ ഭർത്താവ് രാപ്പകൽ പരിചരിക്കാൻ അരികിൽ തന്നെയുണ്ട്. മക്കൾ 2ഉം കോളേജിലാണ്. പരീക്ഷാകാലമായതുകൊണ്ട് അവർക്ക് ആശുപത്രിയിലൊന്നും വന്നു നിൽക്കാൻ പറ്റില്ല. ആശുപത്രിയിൽ ഇളയമ്മയോടൊപ്പം നിൽക്കണമെന്ന് അമ്മയ്ക്ക് നിർബന്ധം. വീട്ടിൽ മറ്റാരുമില്ലല്ലോ എന്ന എൻ്റെ ഓർമ്മപ്പെടുത്തലൊന്നും അമ്മ ശ്രദ്ധിച്ചതേയില്ല. ഞാൻ ആശുപത്രിയിൽ നിന്ന് ഇരുണ്ട മുഖവുമായി പോരാൻ നേരം അമ്മ പറഞ്ഞു, സ്വന്തം ചോരയാണ് മോനെ, അവൾക്ക് എന്തെങ്കിലും പറ്റുന്നത് നിനക്ക് പറ്റുന്നത് പോലെയാ. അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞു.
എനിക്ക് അതിൻ്റെ ഒന്നും യുക്തി മനസ്സിലാവുന്നില്ല. എല്ലാം നേർവഴിക്ക് നീങ്ങുന്നു. ആർക്കും ഒരപാകതയും കാണാൻ കഴിയുന്നില്ല. ആവശ്യമില്ലാത്ത സന്ദേഹങ്ങൾ വെച്ചു പുലർത്തുന്നത് അമ്മയുടെ സ്വഭാവമായി മാറിക്കഴിഞ്ഞതുപോലെ എനിക്ക് തോന്നിയിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ് ഇളയമ്മയെ അവരുടെ വീട്ടിൽ കൊണ്ടാക്കി അമ്മ തിരിച്ചു വന്നപ്പോഴും അവർ പറഞ്ഞുകൊണ്ടിരുന്നു, എനിക്കൊരു സമാധാനവും കിട്ടുന്നില്ല, അവൾക്ക് എന്തെങ്കിലും. ഞാൻ അമ്മയോട് കയർത്തു. ഇങ്ങനെയുള്ള അശുഭ ചിന്തകളുമായി കഴിയുന്നത് ഒരിക്കലും ശരിയല്ല. ഭാമിനി ഇളയമ്മ, അവരുടെ ഭർത്താവ്, അവരുടെ മക്കൾ എല്ലാവരും അവരെ പൊന്നുപോലെ നോക്കുമ്പോൾ അമ്മ മാത്രം തലകുത്തി നിന്ന് ചിന്തിക്കരുത്. നിനക്കറിയില്ല, ദുഷ്ടക്കൂട്ടങ്ങളെല്ലാം സ്വന്തം വിരല് തന്നെ പാമ്പായി കൊത്തുന്ന കാലം അത്. എന്തോ എനിക്കൊന്നും വിശ്വാസമായില്ല. ഭാമിനി ഇളയമ്മ ആത്മഹത്യ ചെയ്യുന്നത് വരെ. മേലാസകലം മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി വീട്ടിനകത്ത് പിടഞ്ഞു വീഴുമ്പോൾ ഭാമിനി ഇളയമ്മയുടെ ആകാശം പിളർന്നു പോകുന്ന നിലവിളി കേട്ട് ഒരു കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കിയില്ല പോലും. നിലവിളിയും ആക്രോശങ്ങളും അലമുറകളും അവിടുത്തെ നിത്യസംഭവങ്ങളായിരുന്നു. ഭർത്താവിനും മൂത്ത മകനും മാറി മാറി കൈത്തരിപ്പ് തീർക്കാൻ വേണ്ടിയുള്ള ജീവനുള്ള ജഡം മാത്രമായിരുന്നു ഭാമിനി ഇളയമ്മ. ഇളയമ്മയുടെ ചോരയും നീരും പറ്റിയപ്പോൾ ഭർത്താവിന് വരെ അവരെ വേണ്ടാതായി. മൂത്ത മകനെ കൊണ്ട് വേണ്ടാതാക്കി. ആദ്യ ഭർത്താവിൻ്റെ പേരും സെക്കന്ദരാബാദിലും പാങ്ങോടിലും അയൽ ക്വാർട്ടേഴ്സിൽ താമസിച്ചിരുന്ന ചില ചെറുപ്പക്കാരുടെ പേരും കൂട്ടിവെച്ച് അച്ഛനും മകനും അവരെ മാനം കെടുത്തിക്കൊണ്ടേയിരുന്നു. അമ്മയുടെ പക്ഷം പിടിച്ച് സാന്ത്വനിപ്പിക്കാൻ മോളെങ്ങാനും തുനിഞ്ഞാൽ അവളും ആങ്ങളയുടെ കൈക്കരുത്തറിഞ്ഞിരുന്നു. അമ്മ കരഞ്ഞും പിഴിഞ്ഞും മൂക്കുചീറ്റിയും പരിതാപം പറഞ്ഞും എൻ്റെ ചുമലിൽ ചാഞ്ഞ് ഇടവഴിയിലൂടെ ഇളയമ്മയുടെ വീട്ടിലേക്ക് നടന്നു. അമ്മയുടെ അവ്യക്ത സ്വരങ്ങൾ മുറിഞ്ഞു. അയൽക്കാരുടെ പദം പറച്ചിലുകൾ കാതുകളിൽ നിന്ന് കാതുകളിലേക്ക് ഒഴുകുന്നു. എന്നെ ഇങ്ങനെ ഉപദ്രവിക്കരുതേ എന്നും പറഞ്ഞ് നിലവിളിക്കുന്ന ഭാമിനി ഇളയമ്മ. നിങ്ങൾ ആരെ വേണമെങ്കിലും ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചോളൂ, എനിക്കിനി ഒന്നും വയ്യേ. അച്ഛൻ്റെയും മകൻ്റെയും നടുവിൽ ക്രിക്കറ്റ് പന്ത് പോലെ തെന്നിത്തെറിക്കുന്ന ഭാമിനി ഇളയമ്മ. പിന്നെ ഏറെ നേരം ചത്തതുപോലുള്ള കിടപ്പ്. വാതിൽ പുറത്തുനിന്ന് പൂട്ടി പടിയിറങ്ങിപ്പോയ അച്ഛൻ. അതിനു മുമ്പേ അമ്പലം കമ്മിറ്റിക്കാർ പണിയുന്ന അഗതി മന്ദിരത്തിനായി പിരിവിനിറങ്ങിയ മകൻ. കോളേജ് ക്ലാസ്സിൽ അക്ഷരങ്ങൾ കാണാൻ കഴിയാതെ പുസ്തകത്തിലേക്ക് നോക്കിയിരിക്കുന്ന മകൾ. നീണ്ട നിലവിളി. പുകയിൽ വിളറിപ്പോയ വെള്ള വലിച്ച വാർപ്പിൻ്റെ വീട്. പിന്നെ ആശുപത്രി, മോർച്ചറി, കാത്തിരിപ്പ്, പോസ്റ്റ്മോർട്ടം. ഭാമിനി ഇളയമ്മയുടെ കഴുത്തിൽ കൈയിട്ട് ഞാൻ കോലായിൽ കിടന്നുറങ്ങുകയാണ്. എൻ്റെ മുഖത്ത് ഇളയമ്മയുടെ ചുരുൾമുടികൾ വീണുകിടക്കുന്നു. അവരെ തഴുകിയെത്തിയ വയൽക്കാറ്റിന് സ്നേഹത്തിൻ്റെ സുഗന്ധം. കുമാരൻ എന്നെ വിളിച്ചുണർത്തുന്നു. എനിക്ക് ചുറ്റും ശവഗന്ധം. എൻ്റെ കൈ ഭാമിനി ഇളയമ്മയുടെ ജഡത്തിൻ്റെ മേലെയാണ്. വെളുത്ത കോടിത്തുണിത്തുമ്പ് കാറ്റിൽ ഇളകിത്തെറിച്ച് എന്നോട് സാന്ത്വനം പറയുന്നു. ഭാമിനി ഇളയമ്മയുടെ വീട്ടിലേക്കുള്ള ഇടവഴി കാണായി. ഇടവഴിയുടെ അറ്റത്ത് പുകയേറ്റ് കരുവാളിച്ച വീടും അതിൽ നിറഞ്ഞു നിൽക്കുന്ന പുരുഷാരവും അവരിൽ പൊട്ടി ഒഴുകിക്കൊണ്ടിരിക്കുന്ന രഹസ്യങ്ങളും.